ഹായ് ഫ്രണ്ട്സ്, എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ് എന്ന ബ്ലോക്ക് 5-ലെ യൂണിറ്റ് 5 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ് എഡിറ്റിംഗ്. എഡിറ്റിംഗ് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ. ഒന്ന്, നമുക്ക് ഫൈനൽ വേർഷൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. മറ്റൊന്ന്, സെക്കൻഡ് ലാംഗ്വേജായി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷ് മദർ ടങ് ആയിട്ട് ഉപയോഗിക്കാത്ത, സെക്കൻഡ് ലാംഗ്വേജായി ഇംഗ്ലീഷിനെ കാണുന്ന ആളുകൾക്ക് ഇംഗ്ലീഷിലെ ഒരു എസ്സേയോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ മറ്റോ എഴുതിയാൽ അത് പ്രൂഫ് റീഡിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന പ്രോസസ്സ് കൂടുതൽ ഹെൽപ്ഫുള്ളാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഒരുപാട് തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതൊക്കെ പരിഹരിക്കാൻ എഡിറ്റിങ്ങും പ്രൂഫ് റീഡിങ്ങും വളരെയധികം അത്യാവശ്യമാണ്. അതോടൊപ്പം എഡിറ്റിംഗ് പലപ്പോഴും നമ്മുടെ കണ്ടന്റുകളിൽ അനാവശ്യമായ പല മാറ്ററുകളും കയറിക്കൂടുന്നത് ഒഴിവാക്കി ഈ എഴുത്തിന്റെ ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ ദ തീം എന്ന രൂപത്തിൽ ക്രമീകരിക്കാൻ അത് സഹായിക്കുമെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. ഇനി എഡിറ്റിങ്ങിന്റെ പ്രോസസ്സുകളാണ് അടുത്തതായി പറയുന്നത്. ആദ്യം എഡിറ്റ് ചെയ്യുന്ന ആ ഭാഗം ഏതാണോ ആ ഭാഗം റീഡ് കെയർഫുള്ളി വായിച്ചു നോക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. അതോടൊപ്പം എക്സാമിൻ്റെ അക്യുറസി ഓഫ് ദ റൈറ്റർ, സെൻറ്റൻസുകളുടെ സ്ട്രക്ചറുകൾ നോക്കി അതിൽ ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഉണ്ടോ, പങ്ക്ച്വേഷൻ മിസ്റ്റേക്സുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് റൈറ്റപ്പിൻ്റെ അക്യുറസി, അത് വളരെ കൃത്യമായിട്ട് തന്നെയാണോ എല്ലാ കാര്യങ്ങളും ഉള്ളത് എന്ന് ചെക്ക് ചെയ്യണം. അതോടൊപ്പം അനാവശ്യമായ വേർഡ്സുകൾ, എക്സ്പ്രഷൻസ്, സെൻറ്റൻസുകൾ, ഈവൻ പാരഗ്രാഫ്സ് അടക്കം അനാവശ്യമായിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കി കളയണം. ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സെൻറ്റൻസുകളും ആശയങ്ങളും പറഞ്ഞ് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഐഡിയകളോ കോട്സുകളോ ആവശ്യമാണെങ്കിൽ അവ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യമാണെങ്കിൽ പാരഗ്രാഫുകളൊക്കെ ഒന്ന് പരസ്പരം മാറ്റി നിലവിലുള്ള ഓർഡർ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി എഡിറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരഗ്രാഫ്സ്. ആദ്യം ആ സെൻറ്റൻസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരഗ്രാഫ്സ് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട 2 പാരഗ്രാഫുകളാണ്. കാരണം അവയാണ് റീഡേഴ്സിൻ്റെ മൈൻഡിൽ കൂടുതൽ ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം ഒരു എസ്സേ അതിലെ എല്ലാ പോയിന്റുകൾക്കും ആവശ്യമായ വെയിറ്റേജ് നൽകിയിട്ട് ഉണ്ട് എന്ന ഉറപ്പ് വരുത്തുന്ന രീതിയിലായിരിക്കണം. എല്ലാ പോയിന്റുകളും കൃത്യമായി നോക്കി അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും എല്ലാ പോയിന്റുകൾക്കും ആവശ്യമായ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ എഡിറ്റിംഗ് പ്രോസസ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം സെൻറ്റൻസുകളൊക്കെ എല്ലാം ഒരേ രീതിയിലുള്ള സെൻറ്റൻസ് ആക്കി മാറ്റാതെ പരമാവധി റീഡേഴ്സിൻ്റെ താല്പര്യങ്ങളെ കൂടി മാനിച്ചുകൊണ്ട് ആവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ, ആവശ്യമായ രീതിയിലുള്ള വിവിധ തരം, ഇടയ്ക്കൊക്കെ ചില നർമ്മങ്ങളാകാം, ഇടയ്ക്ക് ചില ഗൗരവങ്ങളാകാം. അപ്പോൾ തന്നെ റീഡേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് ഉചിതമായ രീതിയിൽ എല്ലാം കലർത്തിക്കൊണ്ടുള്ള ഒരു മിക്സ്ഡ് റൈറ്റിംഗ് സ്റ്റൈലാണ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് നല്ലത് എന്ന് കൂടി ഓർത്തു വെക്കുക. അതോടൊപ്പം ആവശ്യമായ ഇടങ്ങളിലെല്ലാം 2 സെൻറ്റൻസുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കൺജങ്ഷൻസുകൾ, ഹൗവർ, മോറോവർ, ഫർദർ, ബിസൈഡ്സ്, ഡിസ്പൈറ്റ് തുടങ്ങി ആവശ്യമായ ഇടങ്ങളിലെല്ലാം ആവശ്യമായ ഗ്രാമറ്റിക്കൽ വേർഡ്സുകൾ സുലഭമായി ഉള്ള ഇടങ്ങളിലെല്ലാം നല്ല രീതിയിൽ തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിക്കുമ്പോഴാണ് ഒരു എസ്സേ പൂർണ്ണമായും പരസ്പരം ബന്ധിതമായ പാരഗ്രാഫുകളുള്ള എസ്സേ ആയി മാറുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലേഔട്ടും ഡോക്യുമെന്റേഷനിലൊക്കെ എല്ലാ കാര്യങ്ങളും അഥവാ ആവശ്യമായ സൈറ്റേഷൻ റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം റെഫറൻസ് ബുക്സുകളുടെ ടൈറ്റിലുകളും ജേർണൽസിൻ്റെയും ന്യൂസ് പേപ്പറുകളുടെയൊക്കെ പേരുകൾ കൊടുത്തിട്ടുള്ളത് അത് സാധാരണ അതേ ഫോണ്ടിൻ്റെ രീതിയിലാകാതെ അത് ഇറ്റാലിസൈസ് ചെയ്യാനുള്ള
കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം കോട്ടഡ് വേർഡ്സ് കൊട്ടേഷൻ മാർക്കിനകത്ത് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം ബിബ്ലിയോഗ്രഫി ഒക്കെ ആൽഫബറ്റിക്കലി ഓർഗനൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലിസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്പറിങ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പുസ്തകങ്ങളുടെ റെഫറൻസ് ലിസ്റ്റ് മറ്റും നമ്പർ ഓർഡറായി കൊടുക്കുമ്പോൾ നമ്പറിംഗ് ഒക്കെ കൃത്യമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതോടൊപ്പം ടേബിൾ ഓഫ് കണ്ടന്റ്, ടെക്സ്റ്റ് ഓഫ് ദ ഡോക്യുമെന്റിനോട് യോജിക്കുന്നുണ്ടോ, കണ്ടന്റും ടെക്സ്റ്റ് ഓഫ് ദ കണ്ടന്റും തമ്മിൽ വ്യത്യാസമുണ്ടോ, ഉണ്ടെങ്കിൽ അവ തിരുത്തി സെയിം ആകുന്ന രൂപത്തിൽ ശ്രദ്ധിക്കണം. അഥവാ ആദ്യം ടേബിൾ ഓഫ് കണ്ടന്റ് കൊടുത്തിടത്തും പാഠങ്ങളുടെ പേര് അല്ലെങ്കിൽ ഓരോ സബ് ഹെഡിങ്ങുകളും അവ തമ്മിൽ വ്യത്യാസപ്പെടുന്ന രൂപത്തിലാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം ഇടയിലുള്ള പാരാഗ്രാഫുകൾക്കിടയിലുള്ള സ്പേസുകൾ, ഹെഡിങ്സുകൾ, സബ് ഹെഡിങ്സുകൾ, ഇൻ ബിറ്റ്വീൻ ദ ലൈൻസിലെ ഓരോ ലൈനുകൾക്കിടയിലുള്ള സ്പേസുകൾ, അതൊക്കെ വളരെ വൃത്തിയിൽ ആവശ്യമായ സ്പേസ് മാത്രമേ അവിടെയുള്ളൂ എന്ന് പ്രത്യേകമായും ഉറപ്പുവരുത്തണം. അതോടൊപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം പ്രധാനമായും പ്രൂഫ് റീഡിങ്ങിന് വിധേയമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൂഫ് റീഡിങ്ങിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രൂഫ് റീഡിങ്ങിലൂടെ നമ്മൾ ഒരിക്കൽ കൂടി ഒരു ഫൈനൽ ചെക്ക്, സർഫേസ് ലെവൽ എറേഴ്സ്, അതിൻ്റെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുന്ന തെറ്റുകൾ വല്ലതുണ്ടോ എന്നും, സ്പെല്ലിംഗ് മിസ്റ്റേക്സുകൾ ഉണ്ടോ, ഗ്രമറ്റിക്കൽ ഇൻകറക്റ്റ് എക്സ്പ്രഷൻസോ, മിസ്സിംഗ് പങ്ക്ച്വേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സർഫേസ് ലെവൽ ടെസ്റ്റ് നടത്തൽ ആവശ്യമാണ്. അതോടൊപ്പം ടേക്ക് ടൈം ആൻഡ് റീഡ് ദ ടെക്സ്റ്റ് സ്ലോലി, സമയമെടുത്തുകൊണ്ട് ടെക്സ്റ്റ് കംപ്ലീറ്റ് വായിച്ച് നോക്കുക എന്നത് പ്രധാനമാണ്. അതോടൊപ്പം ഫോക്കസ് ഓൺ എവരി വേർഡ് സോ ദാറ്റ് നോ എറർ ഷുഡ് എസ്കേപ്പ് ഓർ ഏസ്, ഓരോ വേർഡുകളെയും പ്രത്യേകം വീക്ഷിക്കുകയും നമ്മുടെ കണ്ണിലുടക്കാത്ത ഒരു തെറ്റ് പോലും എവിടെയും ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഓരോ വാക്കുകളും സമയമെടുത്ത് സ്ലോലി ചെക്ക് ചെയ്യുക എന്നതാണ് പ്രധാനം. ഇനി ആവശ്യമാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഭാഗം ഉറക്കെ വായിക്കാൻ ശ്രമിക്കുക. ഉറക്കെ വായിക്കുമ്പോൾ ഒരുപക്ഷെ ചെറിയ ചില തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സഹായിക്കും എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഓരോ തെറ്റുകൾ കണ്ടെത്താനും ഓരോ വായനകൾ നടത്തുന്നത് കൂടുതൽ സഹായിക്കും. അഥവാ എൻറ്റയർ ടെക്സ്റ്റ് മുഴുവനും നമ്മൾ വായിച്ചു നോക്കാൻ ആരംഭിക്കുന്നു, പക്ഷെ ആദ്യത്തെ തവണ വായിക്കുമ്പോൾ നമ്മൾ അതിൽ അക്ഷരത്തെറ്റുകൾ മാത്രം ശ്രദ്ധിക്കുന്നു, അടുത്ത തവണ വായിക്കുമ്പോൾ ഗ്രമറ്റിക്കൽ എറർ മാത്രം ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഓരോ വിഷയങ്ങളും ശ്രദ്ധിക്കാൻ ഓരോ തവണകളിൽ ആയിട്ടുള്ള വായനകൾ, അതാണ് ഏറ്റവും നല്ലത് എന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമ്മൾ സിസ്റ്റംസിലൊക്കെ ഇത്തരം ലേഖനങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന സ്പെൽ ചെക്ക് സോഫ്റ്റ്വെയറുകൾ പലതും പല ലാപ്ടോപ്പുകളിലും കാണാൻ പറ്റും, കമ്പ്യൂട്ടറുകളിലും കാണാൻ പറ്റും. പക്ഷെ എപ്പോഴും നമുക്ക് ഇത്തരം സ്പെൽ ചെക്കിംഗ് സോഫ്റ്റ്വെയറുകളെ വിശ്വസിക്കാനാവില്ല. പലപ്പോഴും കറക്റ്റ് സെന്റൻസുകൾ അവർ ഇൻകറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് സെന്റൻസുകളെ കറക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഷോ ചെയ്തു എന്ന് വരും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ അത് ക്ലിയർ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കൃത്യമായ ജാഗ്രത നമ്മുടെ ഭാഗത്ത് നിന്നുകൂടി ഉണ്ടാകണം. പ്രത്യേകിച്ചും കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ, ഒരു പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് ബ്രിട്ടൻ ഇംഗ്ലീഷ് ആണെങ്കിൽ, അവ തമ്മിൽ ആ തെറ്റുകൾ ബ്രിട്ടൻ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തെടുത്ത് അവ തെറ്റാണ് എന്ന് കാണിക്കും. കാരണം കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക അമേരിക്കൻ ഇംഗ്ലീഷ് ആകും, അല്ലെങ്കിൽ നേരെ തിരിച്ചുമാകാം. ഇപ്പൊ ഇവിടെ നോക്കൂ, ഹോണ് എന്നൊരു പദം ടൈപ്പ് ചെയ്തെടുത്ത് ഒരിടത്തൊരു താഴെ റെഡ് കളർ കാണുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയർ ഇത് തെറ്റായിട്ടാണ് കാണിക്കുന്നത്. അതേസമയം ലേബർ എന്ന പദം ഇത് ശരിയെന്നും തൊട്ടിപ്പുറമുള്ള ലേബർ തെറ്റ് എന്നാണ് കാണിക്കുന്നത്. ശരിക്കും രണ്ടും ശരി തന്നെയാണ്, രണ്ടും ഇംഗ്ലീഷുകളെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ സ്പെൽ ചെക്കർ രണ്ടാലൊന്ന് മാത്രമേ ശരിയെന്ന് പറയത്തുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ഇനി ഒരുപക്ഷെ സ്പെൽ ചെക്കർ സോഫ്റ്റ്വെയറുകൾ സ്പെല്ലിങ്ങുകളെ എല്ലാ സമയത്തും കൃത്യമായി കണ്ടെത്തുന്നതിൽ വിജയിച്ചു കൊള്ളണമെന്നില്ല, പരാജയപ്പെട്ടു എന്ന് വരാം. അത്തരം സന്ദർഭങ്ങളിൽ കൃത്യത വരുത്താൻ നമ്മുടെ ഒരു ശ്രദ്ധ പ്രത്യേകം അത്യാവശ്യമാണ്. അതോടൊപ്പം
നമ്മൾ ഇത്തരം കണ്ടന്റുകൾ എഴുതുന്ന സമയത്ത് അവലംബിക്കുന്ന ഗ്രാമർ ബുക്കുകളും ഡിക്ഷണറികളും ഒക്കെ സ്റ്റാൻഡേർഡ് ഗ്രാമർ ബുക്കും സ്റ്റാൻഡേർഡ് ഡിക്ഷണറികളും ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ഇറക്കി ഉണ്ടാക്കിയ പുസ്തകങ്ങളാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തെറ്റുകൾ നമ്മൾ വായിച്ച് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, തെറ്റുകൾ കാണുന്നില്ലെങ്കിൽ, മറ്റുള്ള ഈ വിഷയത്തിൽ നല്ല പ്രൊഫഷൻസിയുള്ള മറ്റുള്ള ആളുകളുടെ സഹായങ്ങൾ കൂടി നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും. അതോടൊപ്പം ഓരോ പ്രൂഫ് റീഡിങ്ങിനും നല്ല സമയമെടുത്ത് വായിക്കാൻ ശ്രദ്ധിക്കണം. ധൃതി പിടിച്ച് പെട്ടെന്ന് വായിച്ച് തീർക്കണം എന്ന രൂപത്തിലാകരുത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, വായിക്കുന്നത്, പ്രൂഫ് റീഡ് ചെയ്യുന്നത് എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതോടുകൂടി ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.